ഞങ്ങൾക്ക് തോന്നില്ലല്ലോ. അദ്ദേഹം എന്താ പറഞ്ഞത്? ആ വീഡിയോ നിങ്ങൾ കാണിച്ച എല്ലാ വീഡിയോ ചാനലുകളിലും അദ്ദേഹം പറയുന്നുണ്ടല്ലോ, മഹാഭാരതത്തിലെ കുന്തി ദേവിയെ പോലെ ഇരിക്കുന്നു എന്നല്ലേ പറഞ്ഞു. നമ്മൾ ഒരു കൂട്ടം സ്ത്രീകൾ ആർക്കൊപ്പം ബോച്ചക്കൊപ്പം അല്ലേ? ബോച്ചയ്ക്ക് മാലയിടാൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ബോച്ചയ്ക്ക് മാലയിട്ടിരിക്കും. ഒരു സ്ത്രീയാണ് അവര് ആവശ്യമില്ലാതെ അകത്താക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ ഒരു കൂട്ടം സ്ത്രീകൾ മാലയിട്ട് അദ്ദേഹത്തെ സ്വീകരിച്ചിരിക്കും. നിങ്ങൾ എന്നോട്ടാണ് ഈ ബോച്ചയെ ഫോളോ ചെയ്യാൻ തുടങ്ങി, അല്ലെ ബോച്ചയെ ഇഷ്ടപ്പെടാൻ തുടങ്ങി എപ്പോ തൊട്ടാണ്? ഞങ്ങള് കുറ്റം പറയാൻ ഒരുപാട് പേരുണ്ടെങ്കിൽ അതിൽ 1000 മടങ്ങും 10,000 മടങ്ങും ബോച്ചയെ വിശ്വസിക്കുന്നവരും സ്നേഹിക്കുന്നവരും ആരാധിക്കുന്നവരുമാണുള്ളത്. നിങ്ങൾ ബോച്ചയെ കള്ളക്കേസിൽ കുടുക്കിയതും അകത്താക്കിയതും ഒരു സ്ത്രീ തന്നെയാണ്. അതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ബോച്ചയെ കള്ളക്കേസിൽ കുടുക്കിയെന്ന് പറയുമ്പോൾ അതിനു മുമ്പ് ആ കള്ളക്കേസിൽ കൊടുക്കുകയാണ്. ആ സ്ത്രീക്കെതിരെ ഞങ്ങൾ ഒരു കൂട്ടം സ്ത്രീകൾ ഇറങ്ങാൻ പോവുക. സ്ത്രീകൾ, നിഷ്കളങ്കരായ കുഞ്ഞുങ്ങൾ നമുക്ക് ഈ സാറിനെ ഇങ്ങനെ കൊണ്ടുപോയെന്ന് പറയുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റുന്നതല്ല. അതുകൊണ്ടാണ് ഞങ്ങളെല്ലാം തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടുന്നത്. തെറ്റ് ചെയ്തില്ല, തെറ്റ് ചെയ്താൽ മാത്രം ഫിസിക്കലായിട്ട് എന്തെങ്കിലും ചെയ്തോ? കമന്റ് ആർക്കും പറയാം. ഇന്ത്യ ലോകത്ത് ഇന്ത്യ മഹാരാജ്യത്ത് ആർക്കും കമന്റ് പറയാം. എനിക്കും പറയാം. എന്താണ് കമന്റ് പറഞ്ഞത്? അങ്ങനെ നിങ്ങൾക്കും വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ഇടാം. കമന്റ് പേര് സമാധാനമായിരിക്കും. അതൊന്നുകൂടെ പറ. സമാധാനമായിരിക്കൂ. സമാധാനം പോകുന്നു. ഞങ്ങൾക്ക് പൊന്നാണ്, മുത്താണ് മുത്താണ് ഞങ്ങൾക്ക് മുത്താണ്. ഹരേ റോസ് ഗോപാൽ, ഹരേ റോസ് ഗോപാൽ, ഗണേശ ഗോപാൽ. ഈ തിരിയണം, അപ്പോഴേ തിരിയുള്ളൂ. അല്ലാതെ തിരിയൂല. വെറുതെ തിരിച്ചു കേസ് കൊടുക്കുക. അല്ല, നിങ്ങൾ ഉദ്ദേശിച്ചത് തൊട്ടെന്ന് പറയുന്നത് ഇങ്ങനെയാണോ? ഇങ്ങനെയാണോ ഉദ്ദേശിച്ചത്? ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാല് ഒരു ആളെ തിരിക്കാൻ പറ്റുമോ? ഞാൻ തിരിച്ചതാ, ആള് തിരിയില്ല. സ്വയം തിരിയണം. വെറുതെ ബോച്ച പിടിച്ച് അങ്ങനെ ആക്കി എന്ന് പറയുന്നത്. ബോച്ച കൊറേ ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുന്ന ആളാ. നല്ല പ്രവർത്തനം ചെയ്യുന്ന ആളുകളെ നല്ല രീതിയിൽ അണിറോസ് എന്തിട്ട് ചെയ്യുന്ന വല്ലതും ചെയ്യണ്ട.